നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബാക്കിലെ ടൂത്ത് എപ്പോഴും ചെയ്യുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ചെയ്യാം. 3 ഫിംഗറിൽ വേണം ബ്രഷ് പിടിക്കാൻ. ഓക്കെ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസിയാണ് നമുക്ക് അമർത്തി തേക്കാനുള്ളൊരു ടെൻഡൻസി കൂടും. അപ്പർ ടീത്തും ലോവർ ടീത്തും നമ്മൾ ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഹൊറിസോണ്ടലി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ തേഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് വെരി ലൈറ്റ് പ്രഷറിൽ ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യുക. ഫ്രണ്ട് പല്ല് വരുമ്പോൾ ചെറുതായിട്ട് വാ തുറന്ന് വെക്കുക, എന്നിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രിസിൽസ് കുറച്ച് അമർത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രിസിൽസ് എല്ലാം പല്ലിൻ്റെയും ഗംസിൻ്റെ ഇടയ്ക്ക് പോവും. അപ്പോൾ എന്നിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ഡിപ്പോസിറ്റ്സും ഇളകിപ്പോവും. ബ്രഷിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സോഫ്റ്റ് സ്റ്റിക്കി ആയിട്ടുള്ള സാധനം റിമൂവ് ആയി പോകുന്നു, അതാണ് അതിൻ്റെ യൂസ്. പക്ഷേ ഈ ബ്രഷ് 2 പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യുന്നില്ല. 2 പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോസ് ചെയ്യുന്നത്. ഈ ഫ്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഡെൻറ്റൽ ഫ്ലോസ് എടുത്തിട്ട് 2 പല്ലിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഗം വരെ പോകരുത്, മോണ മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് 2 പല്ലിൻ്റെ ഇടയ്ക്കൂന്ന് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ മോണ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അതങ്ങ് വലിക്കുക, ഡെൻറ്റൽ ഫ്ലോസ് അങ്ങ് വലിക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മോണ മുറിയാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും.